ഷാജിദ ഷാജിയുടെ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ അതൊന്ന് പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം. എന്തെന്നാൽ ആ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഷാജിദ ഷാജിയെ നിരന്തരമായി വേട്ടയാടുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഇവർ തന്നെയായിരുന്നു ഷാജിദ ഷാജിയെ ആദ്യം ചേർത്ത് പിടിച്ചത്. ഇപ്പോൾ ഇത്തരക്കാർ പറയുന്നത് ഷാജിദ ഷാജിയോട് ഒരു ജോലിക്ക് പോയി കുടുംബം നോക്കിക്കൂടെ എന്നാണ്. നിങ്ങൾ ആരോടാണ് പറയുന്നതെന്നറിഞ്ഞോ? ഞാൻ ഉരുക്കുവനിതയാണെന്ന് സ്വയം പറയുന്നവരുണ്ട്. അത്തരക്കാരെല്ലാം ഈ പാവം പെൺകുട്ടിയെ പറഞ്ഞ് പരത്തിയതെല്ലാം എന്താണെന്ന് വ്യക്തമായി അവരുടെ ചാനലുകളിൽ ഇപ്പോഴുമുണ്ട്. 5 മക്കളെയാണ് ഭർത്താവിൻ്റെ സഹായവും കുടുംബത്തിൻ്റെ സഹായമൊന്നുമില്ലാതെ ഈ പാവം പെൺകുട്ടി പോറ്റിക്കൊണ്ടുവരുന്നത്. ഞാനെൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഷാജിദ ഷാജിയുടെ വാക്ക് കേട്ടാൽ മനസ്സുള്ള ആർക്കും ഈ പെണ്ണിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയും. ഷാജിദ ഷാജി ഒന്ന് പുറത്തിറങ്ങിയാൽ കുറ്റം, ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ കുറ്റം, ഒരു യാത്രക്ക് പുറപ്പെടുകയാണെങ്കിൽ അത് ആരെങ്കിലും കാണാനും ആരുടെയെങ്കിലൊക്കെ കൂടെ കറങ്ങാനുമാണെന്ന് പലരും ചിത്രീകരിക്കുന്നു. നിരന്തരമായി ഇത്തരം വാക്കുകൾ കേട്ടു നിൽക്കാൻ ഏതൊരു പെണ്ണിനാണ് കഴിയുക? ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നവർക്ക് ഷാജിദ ഷാജി ആ വീഡിയോയിൽ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. അത് യൂട്യൂബിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. വെറുതെ അങ്ങ് ഒരു മൊബൈൽ ഫോൺ എടുത്ത് സംസാരിച്ച് വിടാമെന്ന് വിചാരിക്കുകയാണ് പലരും. പക്ഷേ ഇതിന് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല എന്നും അത്തരം ആളുകളാണ് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത് എന്നൊക്കെയാണ് ഷാജിദ ഷാജി പറയുന്നത്. ആ ഇടയിൽ ഷാജിദ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഷറഫലിയുമായുള്ള ബന്ധത്തെ തുടർന്ന് അതുണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഷാജിദ വ്യക്തമാക്കി. അതിൽ ഷാജിദ ഷാജി പറയുന്നത് തനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ മൂലമാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ്. അത് കാരണം ഷാജിദ ഷാജി സമൂഹത്തിൽ മോശമാക്കപ്പെട്ടു. തീർച്ചയായും ഷാജിദ ഷാജി ആ പറഞ്ഞത് കാര്യം തന്നെയാണ്. അതെനിക്ക് വ്യക്തമായി അറിയാം. ഷാജിദ ഷാജി എന്തിനു വേണ്ടിയാണ് അത്തരമൊരു കാര്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി ഷാജിദയെ പോലെ തന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ കാര്യത്തിൽ ഒരിക്കലും ഷാജിദ ഷാജിയെ കുറ്റം പറയാൻ ആർക്കും തന്നെ ആവില്ല. അത് എന്തുകൊണ്ടാണ് ഷാജിദ ഷാജി ചെയ്തതെന്ന് കുറച്ചൊക്കെ പേർക്ക് അറിയാമെന്നും വിചാരിക്കുന്നു. ഒരിക്കലും ഈ പെൺകുട്ടിയെ കുത്തി നോവിക്കല്ലേ. ഇനി അവൾ ജീവിക്കട്ടെ. 5 മക്കളെയാണ് ഈ പാവം പെൺകുട്ടിക്ക് പോറ്റിയെടുക്കാനുള്ളത്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്നുള്ള പരിഗണന നൽകിയെങ്കിലും ഇനി കമൻറ്റ് ബോക്സിലൂടെ ഈ പാവം പെണ്ണിനെ കുത്തി നോവിക്കാൻ ആരും ശ്രമിക്കല്ല. അത് വലിയ പാപമാണെന്നോർക്കുക. സഹിക്കാവുന്നതിലുമേറെ ഷാജിദ ഷാജി ഇപ്പോൾ സഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ വെറുതെ വിട്ടു. അപ്പോൾ നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നു, എവിടെ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ആരാണ് ഇവിടെ ആരാണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങൾ കറങ്ങാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഓരോ ആൾക്കാരനെ ഇതാക്കിയിട്ടല്ല പോണത്. എല്ലാ ആൾക്കാരും ഓരോ ആൾക്കാരനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ണൂർ പോയി, ഇനിയിപ്പോൾ നാളെ ഞാൻ കാസർഗോഡ് പോയാൽ പറഞ്ഞു, അപ്പോൾ പറയും അവിടെ ഷറഫലി ഉണ്ട്, ഷറഫലി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പോണത്. അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, ഒരാൾ എന്തെങ്കിലും ഒരു എന്താ പറയുക അറിയാണ്ട്, ഞാൻ പറഞ്ഞാൽ ഷറഫലിൻ്റെ കാര്യം തന്നെ അറിയാണ്ട് വന്നു പോയ തെറ്റാണ് എൻ്റെ അടുത്ത്. കാരണം ഞാനത് എന്താ പറയുക തെറ്റ് തിരുത്താൻ പറ്റാത്തൊരു സംഭവമായി തീർന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാൻ വേണം വെച്ചിട്ട് ചെയ്തല്ല, അതും ഞാൻ സാഹചര്യം കൊണ്ട് ചെയ്തു പോയ ഒരു സംഭവമാണ്. അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. ആ തെറ്റിനെ ഞാൻ തിരുത്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ തെറ്റിൻ്റെ തലയിൽ വെച്ച് കെട്ടേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എപ്പോൾ നോക്കിയാലും എവിടെ പോയാലും ഷർഫലി ഉണ്ടോ അവിടെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ അവരുണ്ടോ ഇവരുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കാരണം അങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിച്ചിട്ട് ഒരു പെൺകുട്ടി ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് പുറത്തു പോയാൽ വെറും വേറെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പോകണമെന്ന്, അല്ലെങ്കിൽ ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീ പുറത്തിറങ്ങിയാൽ അവർ മറ്റത് തേടി പോവുകയാണെന്നുള്ള ചിന്ത നിങ്ങളുടെ എന്താ പറയുക ഒരു വൃത്തികെട്ട ചിന്ത, അത് നിങ്ങൾ മാറ്റിയെടുക്കണം. പിന്നെ ഞാനൊരു പെണ്ണാണ്. ഇപ്പോൾ ഒരു 5 പ്രസവം അല്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ തള്ളയായി. ഓരോരുത്തർ പറയുന്നത് നീ ജീൻസും ടോപ്പ് ഇട്ട് അങ്ങനെ ഇങ്ങനെ. ഞാൻ എൻ്റെ പ്രായം 32 വയസ്സ് 33 വയസ്സായിട്ടുള്ളൂ. എൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിൽ ഇങ്ങനെ ഓരോ അമ്മച്ചിമാരിട്ടിട്ട് നടക്കണോ? അതിലും ഇതൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയുക കല്യാണം കഴിഞ്ഞു മക്കളായി ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങളിൽ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പം ഇക്ക മരിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ഇപ്പം നിൻ്റെ ഹസ്ബൻഡ് ഖബറിലല്ലേ നടക്കുന്നത്, അവനിക്ക് വേണ്ടി അതൊക്കെ ഞാൻ എൻ്റെ ഇക്കാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നാളെ ഖബറിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പോകേണ്ടതാണ്. അപ്പം ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ എൻ്റെ ഖബറിൽ ഞാൻ ഏറ്റുവാങ്ങും. നിങ്ങൾ ചെയ്ത ശിക്ഷ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം എന്താ പറയുക
തെറ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതലാണ് അത്ര ഇങ്ങനെ ഞോഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. കാരണം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എന്താ പറയുക തെറ്റുകൾ അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ് കൂടുന്നത്. അതാരും ഇതാക്കണില്ല.